നമസ്കാരം, ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് നിയമസഭാ സമിതി ചെയർമാൻ പി ചിത്തരഞ്ജൻ MLA. ആലപ്പുഴ കൈതവന ജംഗ്ഷൻ വഴിയുള്ള യാത്ര ഇനി മുതൽ അപകടരഹിതമാകും. വാഹന ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചതോടെയാണ് ഇവിടം അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നത്. ആലപ്പുഴ നഗരസഭ കർഗയിൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് തുടക്കമായി. പി ചിത്തരഞ്ജൻ MLA പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. അമ്പലപ്പുഴ MLA ചിസലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം ഈ മാസം 22 മുതൽ 24 വരെ ആലപ്പുഴ SD കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് നിയമസഭാ സമിതി ചെയർമാൻ പി ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി ചെയർമാൻ പി ചിത്തരഞ്ജൻ MLA പറഞ്ഞു. അരൂക്കുറ്റി, പാണാവള്ളി പ്രദേശങ്ങളിലെ കായൽ പ്രദേശങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. മുഹമ്മയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും ഒക്കെയായി അവരുടെ പ്രശ്നങ്ങൾ ആരാഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ഏതാനും പരാതികൾ ലഭ്യമായിട്ടുണ്ട്. ഏതാണ്ട് 35ഓളം വരുന്ന പരാതികൾ ഈ പര്യടനത്തിനിടയിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിട്ടുള്ളത് വേമ്പനാട് കായലിൻ്റെ പുനർജീവനം, ആ വേമ്പനാട് കായലിൻ്റെ മലിനീകരണത്തിന് പരിഹാരമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ വേമ്പനാട് കായലിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പോളപ്പായലിൻ്റെ വരവോടുകൂടി മത്സ്യബന്ധനം തന്നെ അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വേലിയേറ്റത്തിൻ്റെ സന്ദർഭത്തിൽ ആലപ്പുഴയിലെ സിറ്റിംഗിന് ശേഷം അരൂക്കുറ്റി മത്സ്യ മാർക്കറ്റ്, പാണാവല്ലിയിലെ അരയൻകാവ് ജെട്ടി, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കണ്ടതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമിതി അംഗം NK അക്ബർ MLAയും സന്ദർശനത്തിനെത്തിയിരുന്നു. 30ഓളം പരാതികളാണ് സന്ദർശന വേളയിൽ സമിതിക്ക് മുമ്പാകെ എത്തിയത്. വേമ്പനാട് കായലിന്റെ പുനരുജ്ജീവനം, കായലിന്റെ മലിനീകരണം, പോളപ്പായൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി, വേലിയേറ്റ സമയത്തിന് കായലോരത്തെ വീടുകളിൽ വെള്ളം കയറി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, തീരപ്രദേശ സംരക്ഷണം, കായലിന്റെ ആഴം കൂട്ടൽ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ സമിതിക്ക് മുമ്പാകെ വെച്ചത്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർഷിക കലണ്ടർ പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെപ്പറ്റി സമിതി ചർച്ച ചെയ്യുമെന്നും MLA പറഞ്ഞു. തുടർന്ന് മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിൽ സമിതി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ B ഷാനവാസ്, നിയമസഭാ സമിതി സെക്ഷൻ ഓഫീസർ J ജ്യോതിലാൽ എന്നിവരും സമിതിയോടൊപ്പം ഉണ്ടായിരുന്നു. ആലപ്പുഴ കൈതവന ജംഗ്ഷൻ വഴിയുള്ള യാത്ര ഇനി മുതൽ അപകടരഹിതമാകും. വാഹന ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചതോടെയാണ് ഇവിടം അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നത്. ആലപ്പുഴ കൈതവന ജംഗ്ഷൻ വഴിയുള്ള യാത്ര ഇനി മുതൽ അപകടരഹിതമാകും. വാഹന ഗതാഗതം സുഗമമാക്കാനും യാത്രയിൽ അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുവാനും ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറെ തിരക്കുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെയും ദേശീയപാത 66 സമാന്തരമായുള്ള പഴയനടക്കാവ് ആലപ്പുഴ KSRTC സ്റ്റാൻഡ് റോഡിന്റെയും സംഗമസ്ഥാനമായ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിന് കിഴക്ക് കൈതവന ജംഗ്ഷനിലാണ് സിഗ്നൽ ലൈറ്റുകൾ മെഴി തുറന്നത്. ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാവുകയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2 മരണങ്ങൾ സംഭവിക്കുകയും ഇവിടെ ചെയ്തിരുന്നു. മാസങ്ങൾക്കുള്ളിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ വാഹനത്തിരക്ക് 10 മടങ്ങായി വർദ്ധിക്കുമ്പോൾ ജംഗ്ഷൻ അപകടക്കണിയായി മാറാനുള്ള സാധ്യത ഏറെയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജംഗ്ഷൻ അപകടരഹിതമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി HSLAM MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയത്.
തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് 16 ലക്ഷം രൂപ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ അനുവദിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് KSTPയുടെ മേൽനോട്ടത്തിൽ സർക്കാരിന്റെ നോഡൽ ഏജൻസിയായ കെൽട്രോൺ സിഗ്നൽ ലൈറ്റിന്റെ പണി പൂർത്തിയാക്കി. ആലപ്പുഴയിൽ നിന്ന് കൈതവന ജംഗ്ഷനിലെത്തി കിഴക്കോട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് തിരിയുന്ന റോഡിൽ 30 സെക്കൻഡും പഴയ നടക്കാവ് റോഡിൽ വടക്ക് നിന്നെത്തുന്ന വാഹനങ്ങൾ ജംഗ്ഷൻ കടന്നു നേരെ തെക്കോട്ട് സഞ്ചരിക്കാൻ 40 സെക്കൻഡും പഴയ നടക്കാവിൽ നിന്ന് വടക്കോട്ടെത്തുന്ന വാഹനങ്ങൾക്ക് ജംഗ്ഷൻ മറികടക്കാൻ 20 സെക്കൻഡുമാണ് പ്രാരംഭഘട്ടത്തിൽ ചുവപ്പ് സിഗ്നൽ കാത്ത് കിടക്കേണ്ടി വരിക. വരും ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ സമയക്രമത്തിൽ ആവശ്യമായ വ്യത്യാസം വരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. അമ്പലപ്പുഴ MLA H. സലാം സിഗ്നൽ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. J. വിനോദ് കുമാർ, OP ഷാജി, M. മനോജ്, MS അരുൺ, ചിത്രകുമാർ, G. പ്രസന്നൻ, വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ നഗരസഭ കർഗയിൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. PP ചിത്തരഞ്ജൻ MLA പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ആലപ്പുഴ നഗരസഭ കറുകയിൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരത്തിൽ 9ാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രമാണ് കറുകയിൽ വാർഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കർഗേൽ ജനാർദ്ദന ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ച നഗര ജനകീയാരോഗ്യ കേന്ദ്രം ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വാർഡിൽ ഒരു നാടിന്റെ പരിച്ഛേദം അതണിനിരുന്നിട്ടുള്ള ആദ്യത്തെ പരിപാടിയാണ് ഇതെന്നുള്ള കാര്യം ഞാൻ സന്തോഷത്തോടെയാണ്. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങൾ സജ്ജമാണ്. രോഗവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മുതൽ 7 മണി വരെ OP സമയം ക്രമീകരിച്ചിരിക്കുന്ന ക്ലിനിക്കിൽ ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരെയാണ് പ്രാഥമിക ഘട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ആലപ്പുഴ DYSP MR മധുബാബു, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ, MG സതീദേവി, R വിനിത, കക്ഷി നേതാക്കളായ DP മധു, P രതീഷ്, കൗൺസിലർമാർ, ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. അമ്പലപ്പുഴ MLA H. സലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2ാം ഘട്ട അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന 2ാം ഘട്ട അധ്യാപക പരിശീലനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ കൂടി അപ്ഡേറ്റ് ആവുക എന്ന കാര്യം വളരെ പ്രധാനമാണ്. അത് ഏത് അധ്യാപകരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ സമൂഹത്തിൽ ലോകത്താകെ നോക്കിയാൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനമാണ്. പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയെല്ലാം ഏറ്റവും വേഗതയിൽ വികസിക്കുന്ന ഒന്നാണ് അറിവിൻ്റെ വികാസം, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം അധ്യാപകരാകാൻ യോഗ്യത നേടി അധ്യാപകരായവരാണ്. ആ സമയത്ത് നിങ്ങൾ പഠിച്ച അത്രയും അറിവ് കൊണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. 10 വർഷം മുമ്പ് ഒരാൾ അധ്യാപകനാകാൻ മാറിയ പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്താനും സൈബർ സുരക്ഷ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ലഹരിക്കെതിരായ പ്രതിരോധം, സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, ആരോഗ്യ കായിക വിദ്യാഭ്യാസം, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താണ് പരിശീലനം നടത്തുന്നത്. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂൾ, തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് HS, അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ 3 കേന്ദ്രങ്ങളിലായി ഹിന്ദി, ബയോളജി, വർക്ക് എക്സ്പീരിയൻസ് വിഷയങ്ങളുടെ പരിശീലനമാണ് ഇപ്പോൾ നടത്തുക. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ അമ്പലപ്പുഴ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ V. വിനിത അധ്യക്ഷയായി. പ്രഥമാധ്യാപകരായ A. നദീറ, VS സന്നു, CRC C. സ്മിത എന്നിവർ സംസാരിച്ചു.
ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം ഈ മാസം 22 മുതൽ 24 വരെ ആലപ്പുഴ SD കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം ഈ മാസം 22 മുതൽ 24 വരെ ആലപ്പുഴ SD കോളേജിൽ MT വാസുദേവൻ നായർ നഗറിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ പുസ്തകോത്സവം ഗവൺമെൻറ് നേരത്തെ ഫണ്ട് തന്നതുകൊണ്ട് മെയ് മാസം 22, 23, 24 തീയതികളിലായി ആലപ്പുഴ SD കോളേജിൽ വെച്ച് നടക്കുകയാണ്. ആലപ്പുഴയുടെ ഒരു സാംസ്കാരിക ഉത്സവമാക്കിക്കൊണ്ടാണ് ഈ വർഷവും ഞങ്ങൾ അത് നടത്തുന്നത്. പ്രധാനമായും അവിടെ ഉള്ളത് ഉദ്ഘാടന സമ്മേളനം, പുസ്തക പ്രകാശനം, കവിയരങ്ങ്, കഥയരങ്ങ്, അനുസ്മരണ സമ്മേളനം, അനുമോദന സമ്മേളനം. അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്നത് MT വാസുദേവൻ നായരുടെ നഗറിലാണ് എന്ന പേരിലാണ് ഈ പുസ്തകോത്സവം നടക്കുന്നത്. അപ്പോൾ MT വാസുദേവൻ നായർ ഒരു അനുസ്മരണം അവിടെ മലയാള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ കോളേജിലെ മലയാള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 80-ലധികം പ്രസാധകരുടെ പുതിയ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വിലക്കിഴിവിൽ ഗ്രന്ഥശാലകൾക്കും വായനാ പ്രേമികൾക്കും സ്വന്തമാക്കാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. 22-ാം തീയതി രാവിലെ H. സലാം MLA പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ലൈബ്രറി വികസന സമിതി ചെയർമാൻ അലിയാറം മാക്കിയിൽ ചടങ്ങിൽ അധ്യക്ഷനാകും. കവി കൂരിപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാധ്യക്ഷ KK ജയമ്മ, ആലപ്പുഴ SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KH പ്രേമ എന്നിവർ മുഖ്യാതിഥികളാകും. ആദ്യ വിൽപ്പന KSDP ചെയർമാൻ CB ചന്ദ്രബാബു നിർവഹിക്കും. 24-ാം തീയതി രാവിലെ നടക്കുന്ന അനുമോദന സമ്മേളനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. അഖില കേരള വായനാ മത്സരത്തിലെ സംസ്ഥാനതല ജേതാക്കളെ മന്ത്രി അനുമോദിക്കും. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെ PP ചിത്തരഞ്ജൻ MLA അനുമോദിക്കും. G. കൃഷ്ണകുമാർ, അലിയാറം മാക്കീൽ, ദീപ്തി അജയകുമാർ, T. തിലകരാജ്, അജയ് സുധീന്ദ്രൻ, KV ഉത്തമൻ, KK സുലൈമാൻ, S. ഷീമ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനത്തിന്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം എത്തി. വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ, H. സലാം MLA എന്നിവർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനത്തിന്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം എത്തി. തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ സ്ഥായിയായ മത്സ്യബന്ധന സാധ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുന്നപ്ര തീരത്തെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഘത്തിന്റെ സന്ദർശനം. ഫിഷ് ലാൻഡിൽ സെന്റർ വികസിപ്പിക്കുന്നതിന് മന്ത്രി സജി ചെറിയാൻ, H. സലാം MLA എന്നിവർ കത്ത് നൽകിയിരുന്നു. തീരദേശ വികസന കോർപ്പറേഷൻ MD PI ഷെയ്ഖ് പരീദ്, നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് എഞ്ചിനീയർ MV വാമമൂർത്തി, ചീഫ് എഞ്ചിനീയർ TV ബാലകൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ജിയോ2 പോലെ തീരസംരക്ഷണം സംവിധാനം പ്രകൃതിയുടെയും തീരത്തിൻ്റെയും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ തീരത്ത് നിന്ന് അധികം അകലെയല്ലാതെ വിധം സ്ഥാപിച്ച് ബ്രേക്ക് വാട്ടർ നിലയിൽ രൂപം കൊടുക്കും. തീരത്തെ എല്ലാ ഭാഗത്തു നിന്നും മത്സ്യബന്ധനം നടത്താൻ കഴിയുന്ന ഈ പദ്ധതി തീരദേശ വികസന കോർപ്പറേഷനാണ് നടപ്പാക്കുന്നത്. ഈ വർഷം 100 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. പുന്നപ്രയടക്കം തീരദേശ പ്രദേശത്ത് മൺസൂണിന് മുൻപ് സാധ്യതാ പഠനം നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. തീരത്തും സമീപ സ്ഥലങ്ങളിലും എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നതും സാധ്യതാ പഠനത്തിൽ ഉൾപ്പെടുത്തും. ഇതിനുശേഷമാകും പദ്ധതി നടപ്പിലാക്കുക എന്ന് ഷെയ്ഖ് പരീദ് പറഞ്ഞു. അടുത്തിടെ കടൽക്ഷോഭമുണ്ടായ കപ്പക്കട പടിഞ്ഞാറ് നർബോനാക് തീരവും സംഘം സന്ദർശിച്ചു. H. സലാം MLA, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി C. ഷാംജി, ധീവരസഭാ കരയോഗം പ്രസിഡന്റ് KD അഖിലാനന്ദൻ, സെക്രട്ടറി KR തങ്കജ, സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജോൺസൺ പുത്തൻവീട് എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ ചർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ പുന്നപ്രയിൽ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി അതിൻ്റെ സാങ്കേതിക ടീം ഇവിടെ എത്തിച്ചേർന്നത്. തീരദേശ വികസന കോർപ്പറേഷൻ്റെ ചുമതലയിൽ സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധനം സുഗമമാക്കാൻ കഴിയുന്ന കൂടുതൽ കേന്ദ്രങ്ങൾ സാധ്യമാക്കാൻ പറ്റുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിക്കാൻ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മണ്ഡലത്തിൽ
തോട്ടപ്പള്ളി ഹാർബറിൻ്റെ 150 കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിനെ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ടത് പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻ്ററാണ്. 89-ൽ അത് കമ്മീഷൻ ചെയ്ത ലാൻഡിംഗ് സെൻ്ററാണ്. പക്ഷേ കാലാന്തരത്തിൽ അത് തൊഴിലാളിക്ക് വെള്ളം കയറ്റി പിടിക്കാൻ കഴിയുന്ന നിലയിൽ ഉള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പൊങ്ങുവെള്ളത്തിൻ്റെ തൊഴിലാളികൾ മാത്രം വന്ന് മീനിടുകയും വര അത്യാവശ്യം നെയ്യൊക്കെ ചെയ്യുന്ന രീതി മാത്രമാണ് ഇപ്പോൾ അവിടെ നടത്താൻ പറ്റുന്നത്. കടലിൻ്റെ സ്വഭാവത്തിൽ വന്ന് വ്യത്യാസത്തിൻ്റെ കൂടി ഭാഗമായി സംഭവിച്ചൊരു കാര്യമാണ്. ഈ ടെക്നോളജി അനുസരിച്ച് പുന്നപ്ര ഫിഷ് ലാൻഡ് സെൻ്ററും ഒരു ഹാർബർ നിലയിൽ തന്നെ ഒരു ബ്രേക്ക് വാട്ടർ സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ചുമതലയിൽ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്ന കാര്യം. ചെല്ലാനം ഉൾപ്പെടെയുള്ള ബീച്ചുകൾ അത് ഡിസൈൻ ചെയ്ത ടെക്നിക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുമെന്ന് നിയമസഭാ സമിതി ചെയർമാൻ പി ചിത്തരഞ്ജൻ MLA. ആലപ്പുഴ കൈതവന ജംഗ്ഷൻ വഴിയുള്ള യാത്ര ഇനി മുതൽ അപകടരഹിതമാകും. വാഹന ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചതോടെയാണ് ഇവിടം അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നത്. ആലപ്പുഴ നഗരസഭ കർഗയിൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് തുടക്കമായി. പി ചിത്തരഞ്ജൻ MLA പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. അമ്പലപ്പുഴ MLA ചിസലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം ഈ മാസം 22 മുതൽ 24 വരെ ആലപ്പുഴ SD കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.